ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകൾ നോക്കാം വിശദമായി. എണ്ണ ഇതര കയറ്റുമതി മേഖലയിൽ സൗദി അറേബ്യയ്ക്ക് ചരിത്രപരമായ നേട്ടം. കഴിഞ്ഞ നവംബറിലെ കണക്ക് പ്രകാരം എണ്ണ ഇതര കയറ്റുമതിയിൽ 20% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തമായി തുടരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സൗദിയുടെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികൾ ലക്ഷ്യം കാണുന്നു എന്നതിന്റെ തെളിവാണ് ഏറ്റവും പുതിയ വിദേശ വ്യാപാര കണക്കുകൾ. 2025 നവംബറിൽ രാജ്യത്തെ എണ്ണയിതര കയറ്റുമതി മുൻ വർഷത്തെ അപേക്ഷിച്ച് 20.7% വർദ്ധിച്ചു. പുനർകയറ്റുമതി അഥവാ റീ എക്സ്പോർട്ട് മേഖലയിൽ മാത്രം 53.1% വളർച്ചയുണ്ടായി. മെഷീനറികൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയുടെ പുനർകയറ്റുമതിയിൽ മാത്രം 81%-ലധികം വർധനവുണ്ടായി. വിദേശ വ്യാപാര പങ്കാളികളുടെ പട്ടികയിൽ ഇന്ത്യ ശ്രദ്ധേയമായ സാന്നിധ്യം നിലനിർത്തുന്നുണ്ട്. സൗദിയിൽ നിന്നുള്ള കയറ്റുമതിയും ഇറക്കുമതിയും നടക്കുന്ന ആദ്യ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുണ്ട്. ചൈനയും UAE-യുമാണ് പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിലുള്ളത്. കയറ്റുമതിയിലെ വർധനവും ഇറക്കുമതിയിൽ രേഖപ്പെടുത്തിയ 0.2% നേരിയ കുറവും രാജ്യത്തിന്റെ വ്യാപാര മിച്ചം 70.2% ഉയരാൻ കാരണമായി. മൊത്തം കയറ്റുമതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിഹിതം കുറയുന്നതും എണ്ണേതര ഉൽപ്പന്നങ്ങളുടെ വിഹിതം 42.2% ഉയരുന്നതും സൗദി സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരും. കെമിക്കൽ ഉപകരണങ്ങൾ, ഗതാഗത ഉപകരണങ്ങൾ എന്നിവയും വ്യാപാരത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. ജിദ്ദ വിമാനത്താവളവും ദമാം തുറമുഖവുമാണ് വിദേശ വ്യാപാരത്തിന് പ്രധാന കവാടങ്ങളായതെന്നും ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. റമദാനിൽ മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ഇഫ്താർ ഭക്ഷണം വിതരണം ചെയ്യുന്നവർക്ക് ഹറം കാര്യ മന്ത്രാലയം പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വ്യക്തികൾക്ക് ഒരു ദിവസം നൽകാവുന്ന ഇഫ്താർ ഭക്ഷണ കിറ്റുകളുടെ എണ്ണത്തിൽ ഇതാദ്യമായി പരിധി നിശ്ചയിച്ചു. ഒരാൾ 50-ൽ കൂടുതൽ ആളുകൾക്കുള്ള ഇഫ്താർ വിതരണം ചെയ്യാൻ പാടില്ല. വിശുദ്ധ റമദാൻ മാസത്തിൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദ് നബവിയിലും ഇഫ്താർ വിരുന്നൊരുക്കുന്നവർ ഇനി മുതൽ പുതിയ നിബന്ധനകൾ പാലിക്കണം. സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഹറം കാര്യ മന്ത്രാലയമാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. പുതിയ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് ഒരു ദിവസം പരമാവധി 50 പേർക്കുള്ള ഭക്ഷണപ്പൊതികൾ മാത്രമേ വിതരണം ചെയ്യാൻ അനുമതിയുള്ളൂ. കുറഞ്ഞത് 25 പേർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്യണം. ഇഹ്സാൻ പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിനുള്ള ബുക്കിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. ബുക്കിംഗ് നടത്തി 72 മണിക്കൂറിനുള്ളിൽ നിശ്ചിത തുക അടച്ചില്ലെങ്കിൽ അനുമതി റദ്ദാക്കപ്പെടും. അംഗീകൃത കമ്പനികൾ വഴി മാത്രമായിരിക്കും ഭക്ഷണം തയ്യാറാക്കി നൽകുക. അനുമതി ലഭിച്ച വ്യക്തി നേരിട്ടെത്തി വിതരണത്തിന് മേൽനോട്ടം വഹിക്കണമെന്നാണ് ചട്ടം. ഇതിന് സാധിക്കാത്തവർ വിതരണത്തിന്റെ കൃത്യമായ റിപ്പോർട്ടും ചിത്രങ്ങളും കമ്പനികളിൽ നിന്ന് ശേഖരിക്കണം. സന്നദ്ധ സംഘടനകൾക്കും ചാരിറ്റി സ്ഥാപനങ്ങൾക്കും കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അനുമതി നൽകൂ. ഹറമിനുള്ളിൽ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് കർശന വിലക്കുണ്ട്. ഇഫ്താർ അനുമതി പത്രം ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ വഴിയോ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ചോ ഫണ്ട് ശേഖരണമോ പരസ്യമോ നടത്താൻ പാടില്ലെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 29 ദിവസത്തോടെ റമദാൻ അവസാനിച്ചാൽ ബാക്കി വരുന്ന തുക പുണ്യപ്രവർത്തികൾക്കായി വിനിയോഗിക്കാനുള്ള അധികാരവും ഇഹ്സാൻ പ്ലാറ്റ്ഫോമിനായിരിക്കും. ജലീൽ കടമകലം, 24 ജിദ്ദ. എമർജൻസി ഫോൺ കോളുകൾ എടുക്കുന്നതിൽ റെക്കോർഡ് മികവുമായി ദുബായ് പോലീസ്. 99.5% കോളുകളും 10 സെക്കൻഡിന് താഴെ എടുത്തതായാണ് കണക്ക്. പെട്രോളിംഗിലും മികവ് പുലർത്താനായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്യാവശ്യമാണോ? ധൈര്യമായി ദുബായ് പോലീസിനെ വിളിച്ചോളൂ. 99.5% ഫോൺ കോളുകളും 10 സെക്കൻഡിനുള്ളിൽ എടുക്കും. കഴിഞ്ഞ വർഷത്തെ അവസാന പാദ റിവ്യൂ മീറ്റിംഗിലാണ് ദുബായ് പോലീസിന്റെ ഈ റെക്കോർഡ് നേട്ടം വ്യക്തമാക്കുന്നത്. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ പ്രവർത്തനം ചരിത്രത്തിലെ ഏറ്റവും മികച്ച വേഗതയിലായിരിക്കുന്നുവെന്നാണ് കണക്കുകൾ കാട്ടുന്നത്. 2024-ൽ ഇത് 91.1% ലഭിക്കുന്ന ഫോൺ കോളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണുള്ളത്. 1.46 മില്യൺ കോളുകളാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. എന്നാൽ ഇവ കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. പോലീസ് പെട്രോളിംഗും മുൻവർഷത്തെ അപേക്ഷിച്ച് ശക്തമായിട്ടുണ്ട്. രാത്രിയിലുൾപ്പെടെ പൊതുനിരത്തിലെ സുരക്ഷ ഉറപ്പാക്കാനും ഇടപെടലുകൾ വേഗത്തിലാക്കാനും ഇത് സഹായിച്ചുവെന്ന് വിലയിരുത്തുന്നു. മേജർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മസൌയി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത റിവ്യൂ യോഗത്തിലാണ് ഈ റിപ്പോർട്ടുകൾ ചർച്ചയായത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളിൽ ദുബായിയെ മുൻപന്തിയിൽ നിലനിർത്തുന്നതിന് പോലീസ് ഇടപെടലുകൾ വലിയ പങ്ക് വഹിക്കുന്നതായി മേജർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മസൌയി പറഞ്ഞു. 24 ദുബായ്. നിർമ്മിത ബുദ്ധിയുടെ വികാസം കുട്ടികളുടെ ചിന്തയെയും ഭാഷയെയും സാരമായി ബാധിക്കുന്നുവെന്ന് ഡോക്ടർ ശശി തരൂർ MP.
യുവതലമുറയുടെ വായനയെക്കുറിച്ച് ആശങ്കയുണ്ട്. രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം എക്കാലവും എഴുത്തുകാരനായി അറിയപ്പെടാനാണ് ആഗ്രഹമെന്നും ശശി തരൂർ MP ദുബായിൽ പറഞ്ഞു. ദുബായിൽ നടന്ന എമിറേറ്റ്സ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ശശി തരൂർ എ വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന വിഷയത്തിൽ സംസാരിക്കവെയാണ് ശശി തരൂർ തന്റെ ആശങ്ക പങ്കുവച്ചത്. AI വ്യാപനം കുട്ടികളുടെ ചിന്താശേഷിയെ സാരമായി ബാധിക്കുന്നു. ക്രിയാത്മകമായി ഇടപെടേണ്ട ഇടങ്ങളിൽ AIയുടെ സഹായം തേടുന്നത് ആശാവഹമല്ല. ചിന്തകളിൽ നിന്നും വാക്കുകളിൽ നിന്നും യുവതലമുറ അകലുന്നു. What dismays me is when the thinking is also outsourced to AI. When basically the kid gives a topic of the assignment to ChatGPT and ChatGPT writes the essay for the kid is actually cheating themselves. സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളെ എവിടെ ചെന്നെത്തിക്കുമെന്ന് ആശങ്കയുണ്ട്. രാഷ്ട്രീയത്തിലുള്ള ഏതു പദവിയും എപ്പോൾ വേണമെങ്കിലും നഷ്ടമാകാമെന്നും എഴുത്തുകാരനായി അറിയപ്പെടാനാണ് കൂടുതൽ ആഗ്രഹമെന്നും ശശി തരൂർ. വാക്കുകൾ നയതന്ത്ര രംഗത്ത് വളരെ പ്രധാനമാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ മൻമോഹൻ സിംഗ് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും തരൂർ പറഞ്ഞു. 24 ദുബായ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കി ഷാർജ. 924 കോടി ദിർഹത്തിന്റെ ഇടപാടുകളാണ് കഴിഞ്ഞ വർഷം നടന്നത്. 88% വളർച്ചയാണ് ഒരു വർഷം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ദുബായ് ഉണ്ടാക്കിയ വലിയ നേട്ടത്തിന് പിന്നാലെയാണ് ഷാർജയിലെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഷാർജ റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ വിഭാഗത്തിന്റെ കണക്കുപ്രകാരം 924 കോടി ദിർഹത്തിന്റെ ഇടപാടുകളാണ് കഴിഞ്ഞ വർഷം നടന്നത്. 2024 490 കോടി ദിർഹത്തിൻ്റെതായിരുന്നു ഷാർജയിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ. ഒറ്റ വർഷം കൊണ്ട് 88% വർധനവ്. ഷാർജ റിയൽ എസ്റ്റേറ്റ് എക്സിബിഷന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സ് റെഗുലേഷൻ വകുപ്പ് ഡയറക്ടർ ഒബൈദ് അൽ മസ്ലൂമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. UAEയിലെ മൊത്തം വ്യാവസായിക സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 40% ഷാർജയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. 14 മേഖലകളിലായി 4416 ഇടപാടുകളാണ് കഴിഞ്ഞ വർഷം നടന്നത്. വിദേശ വ്യവസായികളെ അടക്കം ആകർഷിക്കാനുള്ള സർവ്വതും ഷാർജ ഒരുക്കിയിട്ടുണ്ട്. നിക്ഷേപങ്ങളിലെ ഇളവുകളും ഒപ്പം ശക്തമായ നിയമങ്ങളും സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തു പകരുന്നു. വിഷൻ 2030യിലേക്ക് വ്യവസായ നിക്ഷേപങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് ഷാർജ ലക്ഷ്യമിടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ വൽക്കരണം എന്നിവ വ്യാവസായിക മേഖലയിലെ വളർച്ചയുടെ തോത് വർദ്ധിപ്പിക്കുന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 24 ദുബായ്. കുവൈറ്റിൽ ബാഡ്മിന്റൺ കളിക്കുന്നതിനിടെ മലയാളി യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ഷംനാസ് മഠത്തിലാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. ബാഡ്മിന്റൺ കളിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. കോഴിക്കോട് ജില്ലാ NRI അസോസിയേഷൻ അബ്ബാസിയ ഏരിയ മെമ്പറാണ് ഷംനാസ്. സാമൂഹ്യ നാടക പ്രചരണത്തിന് തുടക്കം കുറിച്ച് കലാവേദി USC. ആദ്യപടിയായി പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ ഫൈൻ ആർട്സിന്റെ ബോധിവൃക്ഷത്തണലിൽ എന്ന നാടകം ന്യൂയോർക്കിൽ അവതരിപ്പിക്കും. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ 22 വർഷങ്ങൾ തികയ്ക്കുന്ന US കലാവേദി സംഘടിപ്പിക്കുന്ന ബോധിവൃക്ഷത്തണലിൽ എന്ന സാമൂഹ്യ നാടകത്തിന്റെ ക്യാമ്പയിൻ കിക്ക് ഓഫ് പരിപാടി ന്യൂയോർക്ക് ഫ്ലോറൽ പാർക്കിലെ ടൈസൺ സെന്ററിൽ നടന്നു. ഏപ്രിൽ 11 ഗ്ലെന്നോക്സിലെ PSQ 115 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്ന ഈ നാടകത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഔപചാരിക തുടക്കം കുറിച്ച ചടങ്ങിൽ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും നിന്നുള്ള വലിയൊരു കലാസാധക വൃന്ദം പങ്കെടുത്തു. 25 അംഗങ്ങൾ അടങ്ങിയ ഫൈൻ ആർട്സ് മലയാളം ക്ലബിന്റെ അഭിനേതാക്കളും കലാകാരന്മാരുമാണ് ബോധിവൃക്ഷത്തണലിൽ നാടകത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത്. മനുഷ്യ സ്നേഹം എന്ന ആസ്പദമാക്കി കലാവേദി ചെയ്തു വരുന്ന ഓരോ പ്രവൃത്തികളും കലാബോധമുള്ള കലാസ്നേഹികളായ ഒരു കൂട്ടം സാധാരണക്കാരുടെ ഒരു ചെറിയ ഒരു കൂട്ടായ്മയാണ്. ആർട്ടാണ് നമുക്ക് ആകെയുള്ള ഒരു സായുജ്യം. കഴിഞ്ഞ 25 വർഷങ്ങളായി അഭിമാനത്തോടെ 67 മലയാള സ്റ്റേജ് നാടകങ്ങൾ അമേരിക്ക, മലേഷ്യ, കാനഡ എന്നിവിടങ്ങളിലെ പ്രമുഖ നഗരങ്ങളിൽ അരങ്ങേറിയിട്ടുണ്ട്. കലാവേദി USA പ്രസിഡന്റ് CB ഡേവിഡ്, ബിജു ചാക്കോ, ഫൈൻ ആർട്സ് മലയാളം സെക്രട്ടറി റോയ് മാത്യു, വർഗീസ് കോരസൺ എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. ദിസ് ഇസ് മിഥു മാമസൻ സൈനിങ് ഓഫ് 24 USA. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി സൗദി അറേബ്യയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യ ഫെസ്റ്റ് ആരംഭിച്ചു. റിയാദ്, ജിദ്ദ, ദമാം മേഖലകളിൽ സാംസ്കാരിക പരിപാടികളും കുട്ടികൾക്കായുള്ള വിവിധ മത്സരങ്ങളും അരങ്ങേറി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും രുചി വൈവിധ്യങ്ങളുടെയും വൻ ശേഖരവുമായി പ്രവാസികൾക്കും സ്വദേശികൾക്കും
ഒരുപോലെ വിരുന്നൊരുക്കുകയാണ് ഈ വർഷത്തെ ഫെസ്റ്റ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യ ഫെസ്റ്റ് ആരംഭിച്ചത്. റിയാദിൽ നടന്ന ചടങ്ങിൽ സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ മേള ഉദ്ഘാടനം ചെയ്തു. ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇത് കേവലം ഒരു വ്യാപാരമേളയല്ല, മറിച്ച് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും സൗദി ഇന്ത്യ സൗഹൃദത്തെയും ഉയർത്തിപ്പിടിക്കുന്ന വേദിയാണെന്ന് അംബാസഡർ പറഞ്ഞു. India Utsav is more than a commercial event. It is a celebration of shared values, mutual trust and friendship between India and Saudi Arabia. I hope this festival encourages greater appreciation of Indian goods and opens new avenues for trade and cooperation. I would like to acknowledge with great respect the visionary leadership of Mr. Yusuf Ali, chairman of the Lulu Group. His extraordinary journey and his clear vision of connecting India with the world through trade and trust has made Lulu Group a global success story. മേളയുടെ ഭാഗമായി റിയാദ്, ജിദ്ദ, ദമാം എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സ്കൂളുകളുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ചിത്രരചന, ഫാൻസി ഡ്രസ് മത്സരങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഇന്ത്യയുടെ തനത് കാർഷികോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഓർഗാനിക് ഭക്ഷണ സാധനങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ലുലു ഒരുക്കിയിരിക്കുന്നത്. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും പുറമെ ഇന്ത്യൻ വസ്ത്രങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും വൻ ഡിസ്കൌണ്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ ഇന്ത്യൻ സംസ്ഥാനത്തെയും രുചി വൈവിധ്യങ്ങൾ അടുത്തറിയാൻ സാധിക്കുന്ന ഫുഡ് സ്റ്റാളുകളും മേളയുടെ സവിശേഷതയാണ്. വരും ദിവസങ്ങളിലും വിവിധ സാംസ്കാരിക പരിപാടികളോടെ ഇന്ത്യ ഫെസ്റ്റ് തുടരും. 24 ജിദ്ദ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ച ഇന്ത്യ ഉത്സവിൽ വൻ ജനപങ്കാളിത്തം. ഇന്ത്യൻ സംസ്കാരവും കലയും രുചികളും സമന്വയിപ്പിച്ച മേള കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ആവേശകരമായ അനുഭവമായി മാറി. ലുലു അൽ റായി ഔട്ട്ലെറ്റിൽ നടന്ന ചടങ്ങിൽ കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി പരമിത ത്രിപാഠി മേള ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത സംഗീതത്തിന്റെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. മേളയുടെ ഭാഗമായി പലചരക്ക് സാധനങ്ങൾ മുതൽ ഫാഷൻ വസ്ത്രങ്ങൾക്ക് വരെ നീളുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് ലുലു പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഒരു ബൈക്കിന് തീ പിടിച്ചു. വിവരങ്ങളുമായി അരുൺ രാജ് കൂടി ചേരുന്നുണ്ട്. അരുൺ, തികച്ചും ഞെട്ടിപ്പിക്കുന്ന വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 2 പേർ മരിച്ചു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ പരുക്കുകളേറ്റ ഇപ്പോൾ അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? കൊല്ലം കൊട്ടാരക്കര നെടുവത്തൂർ താമരശ്ശേരിയിലാണ് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. 2 പേർക്കാണ് 2 പേരുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മരിച്ചത് കരുനാഗപ്പള്ളി സ്വദേശികളാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. 2 പേരെ ഗുരുതര പരിക്കുകളുടെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിലാണ് ഒരു ബൈക്ക് തീയെത്തുകയും ചെയ്തു. ഇതിൽ ഒരാൾക്ക് തീപ്പൊള്ളലേറ്റു എന്നുള്ളതാണ് നിലവിൽ ആശുപത്രിയിൽ ലഭിക്കുന്നത്. മരിച്ചവരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. അമിത വേഗതയിൽ എത്തുകയായിരുന്നു ഈ ബൈക്കുകൾ എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നൽകിയിരിക്കുന്ന വിവരം. കൊല്ലം നെടുവത്തൂർ ാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നെടുവത്തൂർ താമരശ്ശേരിയിലാണ് ഈ ബൈക്കുകൾ കൂട്ടിയിടിച്ചിരിക്കുന്നത്. ശരി, കൊല്ലം കൊട്ടാരക്കരയിലാണ് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചത്. 2 പേരെ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിന്റെ വേഗതയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു ബൈക്കിന് തീ പിടിക്കുകയും ചെയ്തു. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പാണക്കാട് തങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിൽ മുഷാവറ അംഗം ഉമർ ഫൈസിയെ ശാസിച്ച് സമസ്ത നേതാക്കൾ. അപമര്യാദയായ പരാമർശമെന്ന് മുതിർന്ന മുഷാവറ അംഗങ്ങൾ. മോശം പരാമർശങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്നും മേലിൽ ഇത്തരം പദപ്രയോഗങ്ങൾ ഉണ്ടാകരുതെന്നും താക്കീതുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകും. ഗോകുൽ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, പാണക്കാട് കുടുംബത്തിന്റെ പൈതൃകം പറഞ്ഞ് സമസ്തയെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു ഉമർ ഫൈസി മുക്കം കഴിഞ്ഞ ദിവസം നടത്തിയത്. ബഫക്കി തമ്മൾ, ഞങ്ങൾ മുതലായ ആളുകളുടെ പൈതൃകം പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നു. പാണക്കാട് സാദിഖ് അലി തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുമായും മുജാഹിദ് പ്രസ്ഥാനങ്ങളുമായും കൂട്ടുകൂടുന്നതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു പ്രസ്താവന. അതിനെയാണ് ഈ മുക്കം ഉമർ ഫൈസിക്കെതിരെ ഇപ്പോൾ ഒരു ശാസന എന്നുള്ള രീതിയിൽ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സെക്രട്ടറി MD അബ്ദുള്ള മുസ്ലിയാരും ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ എന്നിവരുടെ ഒരു സംയുക്ത പ്രസ്താവന വന്നിട്ടുള്ളത്. മോശം പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. ആ പരാമർശത്തിന് പരിഹാരം ചെയ്യണം. മേൽ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടാകരുതെന്നും താക്കീത് ചെയ്തിട്ടുണ്ട്. പാണക്കാട് തങ്ങന്മാർക്കുണ്ടായ പ്രയാസത്തിൽ
സമസ്ത ദുഃഖം രേഖപ്പെടുത്തുന്നതായും ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പ്രയോഗങ്ങളൊന്നും സമസ്ത പ്രവർത്തകന് ഭൂഷണമല്ലാത്തതാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശവും ഈ സംയുക്ത പ്രസ്താവനയിലുണ്ട്. നേരത്തെ തന്നെ പാണക്കാട് സാദിഖലി തങ്ങളുടെ ഖാസി യോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഉമർ ഫൈസി മുക്കം പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. CIC തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ശ്രീനിധി. ശ്രീ ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ പരാമർശിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശം. ലിംഗസമത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു റിപ്പബ്ലിക്കിന്റെ മാതൃക നമ്മുടെ രാജ്യം സൃഷ്ടിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്രപതിയുടെ സൈനിക പോലീസ് മെഡലുകളും പ്രഖ്യാപിച്ചു. ഗഗൻയാൻ ദൌത്യ സംഘാംഗങ്ങളെയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്ക് അശോക ചക്രയും ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കീർത്തിചക്ര പുരസ്കാരവും പ്രഖ്യാപിച്ചു. 77ാമത് റിപ്പബ്ലിക് ദിനത്തലേന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു നാരീശക്തി വന്ദൻ അധിനിവേശം സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ആശയത്തിന് അഭൂതപൂർവമായ ശക്തി നൽകുമെന്ന് പറഞ്ഞു. ലിംഗസമത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു റിപ്പബ്ലിക്കിന്റെ മാതൃക നമ്മുടെ രാജ്യം സൃഷ്ടിക്കും. രാജ്യത്തിന്റെ ഏകത്വത്തിന്റെ ആത്മാവിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രശംസനീയമെന്ന് പറഞ്ഞ രാഷ്ട്രപതി ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഉൾപ്പെടുത്തി. ജാതിഭേദം മോത്തോദ്ദേശം എദ്ദും ഇല്ലാതെ സർവരും ശോധ रत्तेन्नो बाडुन्नो मातृ का स्थानो मानित। ये गर्व की बात है कि आज का भारत नए आत्मविश्वास के साथ अपने गौरवशाली परंपराओं के प्रति सचेत होकर आगे बढ़ रहा है. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വിവിധ വിഭാഗങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ പ്രഖ്യാപിച്ചു. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ലയ്ക്ക് അശോക ചക്രയും മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കീർത്തിചക്ര പുരസ്കാരവുമാണ് പ്രഖ്യാപിച്ചത്. പായ്വഞ്ചിയിൽ ലോക പര്യടനം പൂർത്തിയാക്കിയ മലയാളി നാവികസേന ഉദ്യോഗസ്ഥ ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയ്ക്ക് ശൗര്യചക്ര പുരസ്കാരമടക്കം കേരളത്തിൽ നിന്നും നിരവധി പേർ സേനാ മെഡലുകൾക്ക് അർഹരായി. കേരളത്തിൽ നിന്നും 11 പേർ പോലീസ് മെഡലുകളും മുഹമ്മദ് ഷാമിൽ എസിന് ഉത്തം ജീവൻ രക്ഷാ പതകവും 6 പേർക്ക് ജീവൻ രക്ഷാ പതകവും പ്രഖ്യാപിച്ചു. 24 ഡൽഹി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 8 പേർ പുരസ്കാരങ്ങൾക്ക് അർഹരായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ, നടൻ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരം. ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് അഭിമാനിക്കാനേറെ. പത്മവിഭൂഷൺ ലഭിച്ച 5 പേരിൽ 3 പേരും മലയാളികൾ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, സാഹിത്യകാരൻ P നാരായണൻ എന്നിവർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. നടൻ മമ്മൂട്ടിക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ. രാജ്യം പിതാവിന് നൽകിയ അംഗീകാരം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെന്ന് VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. ഇന്നിപ്പോ രാജ്യത്തിന്റെ ഒരു അംഗീകാരം പ്രഖ്യാപിക്കുമ്പോൾ കുടുംബത്തിന് വലിയ സന്തോഷമുണ്ട്. പുരസ്കാരം ശ്രീനാരായണ ഗുരുവിനെ സമർപ്പിക്കുന്നെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഈ അവാർഡിൻ്റെ അവകാശികൾ ഞാനല്ല, ഇവിടുത്തെ എന്നെ ഇതിലേക്ക് പ്രാപ്തരാക്കിയ ജനങ്ങളാണ്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ അവാർഡ് അവർക്കുള്ളതാണ്. പക്ഷേ ഈ അവാർഡ് ഞാൻ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ശാസ്ത്രജ്ഞരായ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനൻ, പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കൽ ദേവകിയമ്മ എന്നിവർ പത്മശ്രീ പുരസ്കാരത്തിനും അർഹരായി. പുരസ്കാരത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് കൊല്ലക്കൽ ദേവകിയമ്മയും ജസ്റ്റിസ് KT തോമസും P നാരായണനും. എനിക്ക് ഒരു സന്തോഷമാണ്, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു പുരസ്കാരം കിട്ടും അല്ലെങ്കിൽ അതിനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അവാർഡ് കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. എനിക്ക് പല അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതും കിട്ടിയത് ഏറ്റവും കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലേ, ഇത് സന്തോഷം. നടൻ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ എന്നിവർക്ക് പത്മശ്രീ. ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി. ഇന്ത്യയിലെ ആദ്യ ആസിഡ് ആക്രമണ അതിജീവിതയായ ഡോക്ടർ മംഗള കപൂറിനും നടൻ R മാധവനും പത്മശ്രീ ലഭിച്ചു. തിരഞ്ഞെടുപ്പെടുത്ത തമിഴ്നാടിന് മാത്രം ലഭിച്ചത് 13 പത്മ പുരസ്കാരങ്ങളാണ്. ജേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 24 ഡൽഹി. 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാനത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് സമ്മാനിച്ചു. പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞ് മികച്ച നടൻ മമ്മൂട്ടി. പ്രൗഢവും താരനിബിഡവുമായ ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് നടി ശാരദയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത അഭിനയ പ്രതിഭയെ ആദരിക്കുമ്പോൾ മലയാള സിനിമയുടെ സമ്പന്ന ചരിത്രത്തെ തന്നെയാണ് ആദരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ തീർത്ത ഈ അഭിനയ പ്രതിഭയെ ആദരിക്കുമ്പോൾ അത് മലയാള സിനിമയുടെ തന്നെ സമ്പന്നമായ ചരിത്രത്തെ ആദരിക്കലാണ്. ഇങ്ങനെ മുന്നിൽ നിൽക്കാൻ കാരണക്കാർ പ്രേക്ഷകരെന്ന് ശാരദ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന് കാരണം നിങ്ങളാണ്. ഭ്രമയുഗത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനായി മാറിയ മമ്മൂട്ടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിച്ചു. അതിനിടെ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചത് ഇരട്ടി മധുരമായി. മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാളത്തിന്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയാണ്. അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് ഹാർദമായി അഭിനന്ദിക്കാം. മികച്ച നടി ഷംല ഹംസ, പ്രത്യേക ജൂറി പരാമർശം നേടിയ ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, മികച്ച സ്വഭാവ നടന്മാരായ സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ, സ്വഭാവ നടി ലിജോ മോൾ ജോസ് എന്നിവരും മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിച്ചു. മികച്ച ചിത്രം, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങി 10ഓളം പുരസ്കാരങ്ങൾ മഞ്ഞുമൽ ബോയ്സ് നേടി. വേദിയെ ഇളക്കിമറിച്ച് വേടനും സുഷിൻ ശ്യാമും KS ഹരിശങ്കറും സെബാറ്റോമിയും പ്രേമലു ടീമും. ഈ അവാർഡ് എനിക്ക് കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി എൻ്റെ അപ്പൻ മാത്രമായിരിക്കും ഈ ഭൂമിയിൽ. ആദ്യമായിട്ടാണ് എൻ്റെ അപ്പൻ ഇങ്ങനെ ഒരുങ്ങി വെള്ളമുണ്ടും പുതിയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് വരുന്നത് ആദ്യമായിട്ട് ലൈഫിൽ. കണ്ടില്ലേ, സുന്ദരനായിട്ടില്ലേ? കുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച ചിത്രങ്ങൾ ഉണ്ടാകാത്തതിൽ ചലച്ചിത്ര പ്രവർത്തകർ ആത്മപരിശോധന നടത്തണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കുട്ടികളുടെ സിനിമകൾക്കായി സമയം മാറ്റിവെക്കണമെന്ന് ജൂറി ചെയർമാൻ പ്രകാശ് രാജും പറഞ്ഞു. 24 തിരുവനന്തപുരം. ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.